ഇനി നെക്സ്റ്റ് ബിയുടെ കാവ്യമാണ് സ്ക്രീനിൽ. മദ്ദത്ത വരബലദർപ്പിതനായിട്ട് അതിനിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാം. അയ്യോ, ലോകപാലന്മാരെയും തച്ച് ആട്ടിക്കളഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ചോ ലോകമെല്ലാം. പാകശാസനനെയും സമരെ കെട്ടിക്കൊണ്ട് നാഗശാസനവും ചെയ്തിടിനാൻ ദശാനനൻ. ആശയം വിശദീകരിച്ചോളൂ. ദശാനന്റെ പരാക്രമം സഹിക്കവയ്യാതെ ഭൂമിദേവി ദേവന്മാരോടൊപ്പം ബ്രഹ്മദേവന്റെ അടുത്തെത്തുന്നു. ബ്രഹ്മദേവനെയും കൂട്ടി പാലാഴിവാസനായ മഹാവിഷ്ണുവിനെ സന്ദർശിക്കുന്നു. എന്താ ഇവിടെ എത്താനുള്ള കാരണം എന്ന് അന്വേഷിച്ച മഹാവിഷ്ണുവിനോട് ബ്രഹ്മദേവൻ വിവരിക്കുന്നതാണ് സന്ദർഭം. തൻ്റെ വരത്താൽ ബലവാനായ ദശാനനൻ നിർദ്ദയം ഈ ലോകത്തെ മുഴുവൻ മുടിക്കുന്നു. അതിനാൽ ലോകപാലന്മാരെയും അതുപോലെ തന്നെ ഇന്ദ്രദേവനെ തന്നെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഏകാധിപതിയായി വാഴുന്നു. അതായത് ഇതിൽ നിന്ന് സ്പഷ്ടമാകുന്നത് ഇത്ര മാത്രം: ഇവിടെ ബ്രഹ്മാവ് നൽകിയ വരത്തിന്റെ ശക്തിയാലാണ് രാവണൻ ഈ ആക്രമണം എല്ലാം അഴിച്ചുവിട്ടത്. അതിനാൽ നാം എന്ത് വിദ്യ കൊടുക്കുമ്പോഴും അത് പാത്രം അറിഞ്ഞ് തന്നെ നടത്തണം. വിദ്യാർപ്പണം പാത്രം അറിഞ്ഞ് തന്നെ കൊടുക്കണമെന്നാണ് ഈ വരികളിൽ നിന്ന് സ്പഷ്ടമാകുന്നത്.